ക്ലിഫ് ഹൗസിന് ബോംബ് ഭീഷണി, ഇരട്ട സ്ഫോടനം നടത്തുമെന്ന ഭീഷണി സന്ദേശം ഇമെയിലായാണ് ഭീഷണി സന്ദേശം എത്തിയത്. അമൽ തേരമ്പറമ്പ് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അമൽ, പരിശോധന നടത്തിയോ? ക്ലിഫ് ഹൗസിന് ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ്. ഈ ഒരു ഇമെയിലായാണ് ഈ സന്ദേശം എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മെയിലിലേക്ക് എത്തിയ സന്ദേശമാണിത്. ഇതിപ്പോൾ രാവിലെ വന്ന സന്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരട്ട സ്ഫോടനം നടത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഒരു ഭീഷണിയുണ്ട് എന്നുള്ളത് പറയുന്നു. ഈ ഭീഷണിയെ പക്ഷേ അത്ര ഗൗരവത്തിൽ പോലീസ് കാണുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ അതോടൊപ്പം തന്നെ ആശുപത്രികളിലൊക്കെ സ്ഫോടനം നടത്തുമെന്ന് ഉള്ള ഭീഷണി ഇത്തരത്തിൽ വരാറുണ്ട്. ആ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഈ ഭീഷണിയും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ഈ കാര്യം. അത് മെയിൽ കൃത്യമായ വ്യക്തതയൊന്നുമില്ല. ഇതിൽ രസകരമായ മറ്റൊരു കാര്യം, തിരുവനന്തപുരത്തെ ഹൈക്കോടതിയിൽ സ്ഫോടനം നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നാടിനെയൊക്കെ പറ്റി എത്രത്തോളം ധാരണയുള്ള ആളാണ് അത് അയച്ചിരിക്കുന്നതെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഇത്തരമൊരു മെയിൽ വന്ന സ്ഥിതിക്ക് ബോംബ് സ്ക്വാഡിൻ്റെതും പോലീസിൻ്റെതുമുള്ള പരിശോധനയൊക്കെ ക്ലിഫ് ഹൗസിൽ പൂർത്തിയായിട്ടുണ്ട്. പോലീസ് എന്തായാലും ഇതിനെ ഗൗരവത്തിൽ കാണുന്നില്ലെങ്കിൽ കൂടി മെയിൽ വന്ന തുടർച്ചയായി ഇങ്ങനെ വരികയാണ്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ തവണയല്ല. മാത്രമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഈ ബോംബ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെനക്കേടായി മാറിയിരിക്കുകയാണ്. തുടർച്ചയായി ഇത്തരം മെയിലുകൾ വരുന്നു. മെയിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണിയൊക്കെ വരുന്നു. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളോട് മാറണം, സാധാരണക്കാരായ ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിക്കണം, പക്ഷേ മുഖ്യമന്ത്രി അവിടെ തുടരണം എന്നുള്ള തരത്തിലാണ് ആ മെയിൽ. സാധാരണക്കാർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത